മക്കൾക്ക് മലയാളമൊക്കെ സംസാരിക്കാൻ മലയാളം അറിയും. അവർ നാട്ടിൽ പോകാറില്ലേ? അവർ നാട്ടിൽ പോകാറുണ്ട്. കഴിഞ്ഞ കൊല്ലം എല്ലാവരും പോയിരുന്നു. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടെ കേരളം കണ്ടിട്ട് എന്ത് വളരെ ഇഷ്ടപ്പെടും. വളരെയധികം അവർ പറയുന്ന അവിടെ, പക്ഷേ കുറച്ച് സമയം നിൽക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് പോരാൻ ചിലപ്പോൾ ഇവിടെ കൂടുതലും ഇഷ്ടപ്പെട്ടു. നാഗ്പൂർ ഒരുപാട് കാലം ജനിച്ചു തന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ അവർ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പയ്യന്നൂർ പഴയ കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കോളേജിൻ്റെ ഇത് ഉണ്ടായിരുന്നു, അലുമിനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അൺഫോർച്ചുനേറ്റ് എനിക്ക് പങ്കുവെക്കാൻ പറ്റിയില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെയധികം കോൾ ചെയ്തു നോക്കി. ഞാൻ അന്ന് ഇവിടെ ഒരു കമ്പനിയിലെ വലിയ ഒരു ഇനോഗ്രൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ഗാമൺ ഇന്ത്യയുടെ നമ്മളിവിടെ ജോലി ചെയ്തിരുന്നു. ഒരു വലിയൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഐ വാസ് വെരി മച്ച് ഇൻവോൾവ് ഇൻ ദാറ്റ്. അതുകൊണ്ട് പോകാൻ പറ്റില്ല. കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു ഇവിടെ ഇന്ത്യയിലെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ത് ഇന്ത്യ മൊത്തം കറങ്ങിയപ്പോൾ എന്ത് തോന്നി? ഒരു ഇന്ത്യൻ കൾച്ചർ, ഡിഫറെന്റ് ലാംഗ്വേജ്, ഡിഫറെന്റ് ഫീലിംഗ്, വണ്ടർഫുൾ. അത് തന്നെ ലോകത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞ രാജ്യത്ത് അല്ലേ? പല സംസ്ഥാനങ്ങളിലും പല ഭാഷ അറിയുന്നവരും അവരുടെ പല ആഘോഷങ്ങളും അവരുടെ ജീവിത രീതിയും, ഭക്ഷണ രീതി, ജീവിത രീതി എല്ലാം പൊതുവെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് സ്ഥലമാണ് വീണ്ടും പോകണമെന്ന് ആഗ്രഹിച്ച ഇന്ത്യയിൽ? ജമ്മു കാശ്മീർ ഇസ് വണ്ടർഫുൾ പ്ലേസ്. സിംല, ഇവിടെയൊക്കെ നമ്മൾ ടവർ ഇതിൻ്റെ പണിയെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലൊക്കെ അവിടെ സ്ഥിരം താമസിക്കണം എന്നൊരു പക്ഷെ തോന്നിക്കാണല്ലോ അല്ലേ? പോയി വരാൻ ആഗ്രഹം ക്ലൈമറ്റ് അല്ല, എത്രയായാലും നമ്മുടെ എത്ര നല്ല സ്ഥലം. ഇപ്പം സ്വിറ്റ്സർലാൻഡ് പോയി കഴിഞ്ഞാലും ശരി, നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ നമ്മളത് വീട്ടിൽ തിരിച്ചു വരാൻ തോന്നുന്നു. നാച്ചുറലി എവിടെയാണ് താമസിക്കുന്നത് അതായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല സ്ഥലം. അത് ശരിയായിരിക്കും. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട കാശ്മീരാണ്. കാശ്മീർ ഇസ് വണ്ടർഫുൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പല മെട്രോപൊളിറ്റൻ സിറ്റികളിലും പോയി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. ഏറ്റവും മനോഹരമായ നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി ഏതാണ്? ഇന്ത്യയിൽ ചണ്ഡീഗഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പഞ്ചാബിൻ്റെ ഒന്ന് പ്രത്യേകത പറയാമോ? കാരണം പ്രേക്ഷകർക്ക് താല്പര്യം. പഞ്ചാബ് നമ്മൾ അവരെ അപ്പിയറൻസിൽ തന്നെ മാറ്റമുള്ള ഇന്ത്യക്കാർ. പഞ്ചാബ് എന്ന് വെച്ചാൽ ആക്ച്വലി പഞ്ചാബികൾ ബേസിക്കലി ദേ ആർ ഹാർഡ് വർക്കിംഗ്. ദേ വേർ ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് തന്നെ. ബേസിക്കലി ദേ വേർ ദ സോൾജിയേഴ്സ്. ആൻഡ് ബോർഡറിലായതുകൊണ്ട് അവർക്ക് എപ്പോഴും ദേ വേർ ഹാവിങ് ദ മെൻറ്റാലിറ്റി ഓഫ് സോൾജിയർ. കൂടാതെ അഗ്രികൾച്ചറൽ ലാൻഡ്, വെൽ ഡെവലപ്ഡ് അഗ്രികൾച്ചറൽ ലാൻഡ്. കാരണം എന്ന് വെച്ചാൽ ബക്രാനങ്കൽ ഡാം ഉള്ളതുകൊണ്ട് അവർക്ക് വെള്ളത്തിന് ഒരു ക്ഷാമമില്ലായിരുന്നു. വെള്ളം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇറിഗേഷൻ, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇറിഗേറ്റഡ് ലാൻഡ് ഇൻ ദ കൺട്രി. അത് വളരെ കൊല്ലം മുമ്പേ ഉണ്ട്, വളരെ കാലങ്ങൾ മുമ്പേ അത് ഇറിഗേറ്റഡ് ലാൻഡ് ആയതുകൊണ്ട് അവരുടെ കൾട്ടിവേഷൻ വാസ് ദ ബെസ്റ്റ്. അപ്പോൾ എപ്പോഴും ഫുഡ് പ്രോഡക്റ്റ് അവരുടെ ഏറ്റവും വലിയ എക്കണോമി ആയിരുന്നു. ഫുഡ് പ്രോഡക്റ്റ് എക്കണോമിക്കലി അവർ സൗണ്ട് ആയപ്പോൾ അതിന് ഹാർഡ് വർക്കിംഗ് വേണം. അവർ ഹാർഡ് വർക്കിംഗുമായി. അപ്പോൾ അതോടുകൂടി പൈസ വന്നപ്പോൾ അവരുടെ ആൾക്കാരെ വെളിയിൽ വിടാൻ, ഫോറിനിൽ നിന്ന് പിന്നെ വലിയ വലിയ പൈസക്കാർ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഒരുപാട് പഞ്ചാബീസ്, ബിഗ് ഷോട്ട്സ്, അതൊക്കെ അതോടുകൂടി അവർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൂടാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് പഞ്ചാബികൾ. ബട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആദ്യം ഏറ്റവും കൂടുതൽ പഞ്ചാബിലായിരുന്നു. ലൂധിയാന, ആ പഞ്ചാബിലെ എല്ലാ ജില്ലകളിലും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതിന് കാരണം ബേസിക്കലി അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ പൈസ അവർ പിന്നെ പഠിപ്പിക്കാനും ടെക്നിക്കലായിട്ട് ആൾക്കാർക്ക് പുറത്തു പോകാനും അവിടുന്ന് പൈസ വീണ്ടും തിരിച്ചു വരാനും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ചെയ്യാനും സാധിച്ചു. മറ്റുള്ള നമ്മുടെ സ്റ്റേറ്റുകളിൽ പോയപ്പോൾ കേരളത്തെ എങ്ങനെ നോക്കിക്കണ്ടു? കേരളത്തിൽ ഇനി എന്തൊക്കെ വരണം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എന്തെല്ലാം മറ്റുള്ളവർ പഠിക്കണം, താരതമ്യം ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? കേരളത്തിൽ ബേസിക്കലി നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇല്ല കേരളത്തിൽ. അത് ഡെവലപ്പ് ചെയ്താലേ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. എങ്കിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് വരാതെ അവിടെ ശരിയായൊരു ഡെവലപ്മെൻറ്റ് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് അവിടെ പോസിബിലിറ്റീസ് ഇല്ല അവിടെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് കൂടുതൽ അതിന് വിലയിരുത്തി അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇന്ത്യ വിട്ട് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഇന്ത്യക്ക് പുറത്ത് ഞാൻ ഒരു ഷോർട്ട് പീരീഡ് ഞാൻ ദുബായിലുണ്ടായിരുന്നു. ദുബായിൽ ജോലിയായിട്ട് പോയതാണ്?
അതെ, ഒരു കമ്പനി എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്. അത് അവർക്ക് ഒരു ടെക്നിക്കലായിട്ടുള്ള ആളിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു 3 മാസം ഞാൻ അവിടെ പോയി. കുറച്ച് ആൾക്കാരെയും കൊണ്ടുപോയി ഞാൻ ഇവിടുന്ന്, ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. അവരൊക്കെ സെറ്റിലായി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു. എനിക്ക് അവിടുത്തെ ലൈഫ് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണം? അവിടുത്തെ ലൈഫ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു. ആൻഡ് ഐ വാസ് തേർഡ് ഇൻ ദ റാങ്ക് കമ്പനിയിൽ. നല്ല പോസ്റ്റായിരുന്നു. പക്ഷേ സംഭവം എന്ത് തന്നെയായാലും ആഫ്റ്റർ ഓൾ യു ആർ എ സ്ലേവ്. ഒരു സ്ലേവറി ഫീലിംഗ് ഉണ്ടായിരുന്നു. ആണല്ലേ? നാച്ചുറൽ, തീർച്ചയായും ഉണ്ട്. അത് മിക്കവാറും എല്ലാ മലയാളികളും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ആ സ്ലേവറി സഹിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. പലരും പറയാത്തൊരു പക്ഷേ ഫിനാൻഷ്യലി ഗെയിൻ ഉള്ളതുകൊണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ കമ്പനി നടക്കുന്നുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ഗെയിൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. ദാറ്റ്സ് ദ മെയിൻ അട്രാക്ഷൻ പീപ്പിൾ ആർ ഗോയിങ് ദെയർ. അല്ലാതെ അവിടുത്തെ പിന്നെ രാജകീയമായി സൂഹിക്കാനൊന്നുമല്ല പോകുന്നത്. കഷ്ടപ്പെട്ട് 12 മണിക്കൂർ ചിലപ്പോൾ ജോലി ചെയ്യണം. വെരി ഹാർഡ് ലിവിങ്. ഭക്ഷണമൊക്കെ ചിലപ്പോൾ നല്ല ഹെവി ഭക്ഷണമൊക്കെ കിട്ടും. ബട്ട് ഇറ്റ്സ് എ ഹെവി വർക്കിംഗ് ആൻഡ് മെന്റലി ദേ ആർ നോട്ട് ഹാപ്പി. മെന്റലി ഹാപ്പി അല്ല, നമുക്ക് പണം എത്ര കിട്ടിയാലും നിൽക്കാൻ കഴിയില്ല. ഇല്ല. പക്ഷെ പണത്തിന് വേണ്ടി മാത്രം എന്ത് സഹിച്ചിട്ട് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ, പിന്നെ നല്ല പൊസിഷനിലുള്ളവരും ഉണ്ട്, ഇല്ലെന്നില്ല. അവരൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഇരിക്കും. ഇപ്പോൾ ചെയ്യുന്ന വ്യവസായത്തിൽ ഇനി പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അത് മക്കള് നമ്മൾ ചെയ്യേണ്ട ഏകദേശമൊക്കെ ചെയ്തു. അതാണ് 4 വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഞാൻ 62 വയസ്സായി. അപ്പോൾ 3-4 വർഷം കഴിഞ്ഞ് 62. അപ്പോൾ 3-4 വർഷം കൂടി കഴിഞ്ഞാൽ നാഗ്പൂരിലെ മലയാളികൾക്ക് നിങ്ങൾ നഷ്ടപ്പെടാൻ പോവുകയാണ് അല്ലേ? ഇവിടുന്ന് പോകും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവർ മക്കളുള്ളതുകൊണ്ട് ഞാൻ വന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മിസ്സസിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. മിസ്സസ് ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻ്റെ കൂടെ നാട്ടിൽ പോയി. എന്താണ് പേര്? വിലാസിനി. വിലാസിനി. ഇവിടെ വേറെ ജോലിയൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണ് ഇവിടുത്തെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യവസായി. അതിനിടയിൽ ഞങ്ങളുടെ ചാനലുമായിട്ട് സഹകരിച്ച് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യവസായി മാത്രമല്ല, താങ്കൾ ഒരു കലാകാരനും കൂടിയായി. പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. വളരെ സന്തോഷമുണ്ട്. എല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക് യു വെരി മച്ച്. പയ്യന്നൂരിൽ നിന്നും ഒട്ടേറെ വർഷങ്ങൾക്ക് മുമ്പ്, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം നാട്ടിൽ നിന്നും വന്ന് ഒരു മറുനാടൻ മലയാളിയെ മാറി ഇന്ന് വ്യാവസായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ വി പവിത്രൻ നായരുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് ശരിക്കും ഒരു അനുഭവമായിരുന്നു ഈ എപ്പിസോഡ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു, പല മണ്ഡലങ്ങളിലൂടെ, പല വിഭാഗത്തിലൂടെ. എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ മറ്റൊരു അതിഥിയുമായിട്ട് വരും. അതുവരെ ഗുഡ് ബൈ. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി തീർന്ന ആദ്യ മലയാളി വനിത ആരാണ്? ചോദ്യം ഒന്നുകൂടി. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി തീർന്ന ആദ്യ മലയാളി വനിത ആരാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.